ഓണത്തിരക്ക് നിയന്ത്രണത്തിന്റെ ഭാഗമായി തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും തെരുവോര കച്ചവടക്കാരെ പകരം സംവിധാനമൊരുക്കി സ്റ്റേഡിയം പരിസരത്തേക്ക് മാറ്റി. കഴിഞ്ഞ ദിവസം തന്നെ ഇവരോട് മാറാൻ പറഞ്ഞിരുന്നു. എന്നാൽ നിർദ്ദേശം പാലിക്കാതായതോടെ എല്ലാവരെയും ഒഴിപ്പിക്കുകയായിരുന്നു. വ്യാഴാഴ്ച രാവിലെ തന്നെ ഗുഡ്സ് ഓട്ടോകളുമായി നഗരസഭയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ജീവനക്കാരും സ്ഥലത്തെത്തി നടപടികൾ ആരംഭിച്ചിരുന്നു. ഇതോടെ തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിൽ നാടകീയ രംഗങ്ങളും അരങ്ങേറി. പ്രതിഷേധങ്ങളൊന്നും ഫലിക്കാതായതോടെ തെരുവോര വ്യാപാരികൾ പിന്മാറി. ജൂബിലി ഷോപ്പിംഗ് കോംപ്ലക്സ് പരിസരത്ത് തമ്പടിച്ച ഒരു കൂട്ടം മറുനാടൻ തെരുവ് കച്ചവടക്കാരുടെ വസ്ത്രവിൽപ്പന അനിശ്ചിതത്വത്തിലായിരുന്നു. പലവട്ടം കൂടിയാലോചന നടത്തിയിട്ടും തിരക്കൊഴിവാക്കാൻ തെരുവോര വിപണി മാറ്റിയേ തീരുവെന്നായിരുന്നു നഗരസഭാ അധികൃതരുടെ നിലപാട്. ദിവസങ്ങൾക്ക് മുൻപേ കർണാടക UP വിഭാഗങ്ങളിൽ നിന്നെത്തി ജൂബിലി ഷോപ്പിംഗ് കോംപ്ലക്സിന് കിഴക്ക് വശം താൽക്കാലിക സ്റ്റാൾ ഒരുക്കി കച്ചവടം തുടങ്ങാനിരിക്കെയാണ് നഗരസഭാ അധികൃതർ സ്ഥലം മാറണമെന്ന് ആവശ്യപ്പെട്ടത്. ഇതോടെ വസ്ത്രങ്ങൾ സ്റ്റാളുകളിൽ തന്നെ മടക്കിക്കെട്ടി മറുനാട്ടുകാർ പരിസരത്ത് കാവലിരിക്കുകയായിരുന്നു. ജൂബിലി ഷോപ്പിംഗ് കോംപ്ലക്സിലെ സ്ഥിരം കച്ചവടക്കാരുടെ നിലപാടും തെരുവ് കച്ചവടക്കാർക്കെതിരായി. വലിയ തുക മാസവാടകയും നൽകി കച്ചവടം ചെയ്യുന്നവർക്ക് സീസൺ കച്ചവടക്കാരുടെ വിലപേശി വിൽപ്പന കാരണം ഓണം പോലുള്ള വിശേഷ അവസരങ്ങളിൽ ഒട്ടും കച്ചവടം കിട്ടുന്നില്ലെന്ന പരാതിയെ തുടർന്നാണ് വിഷയത്തിൽ നഗരസഭയും ഇടപെട്ടത്. ഇതിനിടെ തെരുവോര വസ്ത്രക്കച്ചവടക്കാർക്ക് പകരം സൗകര്യം നൽകിയ സ്റ്റേഡിയം പരിസരത്തെ താൽക്കാലിക സ്റ്റാളുകളുടെ പരിസരത്ത് മഴവെള്ളവും ചെളിയും കെട്ടിനിൽക്കുന്നത് കാരണം ആളുകൾ എത്തുന്നില്ലെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. സാധാരണഗതിയിൽ ഈ സമയത്തൊക്കെ ഞങ്ങൾക്ക് നല്ലൊരു കച്ചവടം കിട്ടേണ്ടതാണ്. ആ കച്ചവടം പോയി. ഇന്നലെ മിഞ്ഞാന്ന് നാലാന്നൊക്കെ താൽക്കാലം വെച്ചാലും കൂടി അവിടെ ഒന്നും കാര്യമായിട്ട് കച്ചവടം നടന്നിട്ടില്ല. ഈ ചളിയിലും ഈ കാര്യത്തിന് ഈ മഴയത്തും എങ്ങനെ ഇവിടെ കച്ചവടം ചെയ്യാൻ പറ്റാ? ഈ നേരം വരെ ഒരു മനുഷ്യനെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങളുടെ കയ്യിലെ സെറ്റ് മുണ്ട്, സെറ്റ് സാരി, ബെഡ്ഷീറ്റ് അതൊക്കെ ഞങ്ങൾ സ്വന്തമായിട്ട് കുത്താമ്പള്ളിയിൽ നിന്ന് നെയ്തിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് 10 ഉറുപ്പ്യ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാട്ടിൽ വന്നിരിക്കുന്നത്. ഇന്നത്തെ ദ്രോഹം ഇന്ന് ഒരു ദിവസം 100-500 ചെലവിന് വരും. അത് ആര് തരും? അതേസമയം ഓണം സീസണിൽ പുറമേ നിന്ന് വരുന്ന കച്ചവടക്കാർക്ക് നല്ല രീതിയിൽ കച്ചവടം ചെയ്യാൻ വേണ്ടിയാണ് സ്റ്റേഡിയം ഭാഗത്ത് പുതിയ സ്ഥലം കണ്ടെത്തിയതെന്നും ഓണക്കാലത്ത് നഗരത്തിലെ ട്രാഫിക് കുറയ്ക്കാൻ ഇത് സഹായകരമാകുമെന്നും നഗരസഭാ വൈസ് ചെയർപേഴ്സൺ V. സതി പറഞ്ഞു. അവർക്ക് കച്ചവടം ചെയ്യാനുള്ള നല്ല സൗകര്യം നഗരസഭ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. നല്ല സ്ഥല സൗകര്യവും അതുപോലത്തെ എല്ലാ സംവിധാനവും ഒരുക്കിക്കൊണ്ട് അവരവിടുന്ന് ഈ സ്റ്റേഡിയത്തിൻ്റെ അരികിലേക്ക് ഒരു സംവിധാനം ഒരുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ സ്റ്റാള് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. നല്ല കച്ചവടം ചെയ്യാൻ നല്ല സൗകര്യമുള്ള, നല്ല വൃത്തിയുള്ള, നല്ല സൗകര്യമുള്ള സ്റ്റാളുകളാണ് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ തലശ്ശേരി പട്ടണത്തിൽ പ്രത്യേകിച്ച് പഴയ ബസ് സ്റ്റാൻഡിനകത്തുള്ള നേരത്തെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ, കച്ചവടക്കാരുടെ ബുദ്ധിമുട്ടുകൾ, ജനങ്ങൾ വന്നെത്തിപ്പെടുന്നതും യാത്രാ സൗകര്യവും ഉൾപ്പെടെ എല്ലാ ബുദ്ധിമുട്ടുകളും പരിഹരിക്കുന്ന നിലയിലാണ് നഗരസഭ ഇപ്പോൾ ഇത് വിഭാവനം ചെയ്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.